സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം സെപ്റ്റംബർ 29-ന് എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൌൺസിലിന്റെ ഭാഗമായാണ് ആമ്പല്ലൂർ പഞ്ചായത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം കേരള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൌൺസിലിന്റെ ഭാഗമായി ആമ്പല്ലൂർ പഞ്ചായത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എട്രാക് ആമ്പല്ലൂർ മേഖല ആദ്യമായി മേഖലാടിസ്ഥാനത്തിൽ കുടുംബസംഗമവും സാംസ്കാരിക സദസ്സും കലാസംഗമവും ആദരവ് സമർപ്പണവും സെപ്റ്റംബർ 29-ന് സംഘടിപ്പിക്കുന്നു. കാഞ്ഞിരമറ്റം മില്ലിങ്കൽ കൊളുത്താക്കോട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സാംസ്കാരിക സദസ്സ് കേരള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ 36 റെസിഡൻസ് അസോസിയേഷനുകളിലെ കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സഹകരണ മേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും സദസ്സിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൽ 36 അസോസിയേഷനിൽ നിന്നുള്ള അംഗങ്ങളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അത്രയും പേര് അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും 20 മിനിറ്റ് നേരം അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 24 അസോസിയേഷനുകൾ അതിൽ പേര് നൽകിയിട്ടുണ്ട്. രാവിലെ പതാക ഉയർത്തുന്നതിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതസംഘത്തിൻ്റെ ചെയർമാനാണ്. നമ്മൾ ഇതിനുവേണ്ടി വിപുലമായൊരു സ്വാഗതസംഘം വിളിച്ചുകൂട്ടി. പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിൻ്റെ ചെയർമാൻ, വൈസ് പ്രസിഡന്റാണ് അതിൻ്റെ വൈസ് ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിൻ്റെ രക്ഷാധികാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹരക്ഷാധികാരിയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും അതിൻ്റെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുകയാണ്. മേഖല പ്രസിദ്ധപ്പെടുത്തുന്ന സുവനിയർ യോഗത്തിൽ കോട്ടയം MP K ഫ്രാൻസിസ് ജോർജ് പ്രകാശനം ചെയ്യും. പൊതുരംഗത്ത് ശ്രദ്ധേയവും മാതൃകാപരമായതുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിത്വങ്ങളെയും അസോസിയേഷനുകളിലെ കുടുംബാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൽദോ ടോംപോൾ, അനിത ടീച്ചർ രക്ഷാധികാരിയും വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ് സഹരക്ഷാധികാരിയും, ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു M തോമസ് ചെയർമാനും, വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജലജ മോഹൻ എന്നിവർ വൈസ് ചെയർമാൻമാരും പ്രശാന്ത് പ്രഹ്ലാദ് കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. എട്രാക് ആമ്പല്ലൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KA മുകുന്ദൻ, സെക്രട്ടറി TR ഗോവിന്ദൻ, കമ്മിറ്റി ഭാരവാഹികളായ പ്രശാന്ത് പ്രഹ്ലാദ്, വേണു പാണാറ്റിൽ, ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ പഞ്ചായത്തുമായിട്ട് ചേർന്ന് നിർന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പരിപാടികൾ എന്തൊക്കെയാണോ നല്ല നല്ല പരിപാടികൾ, നാടിന് ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും പഞ്ചായത്ത് തലത്തിൽ നിന്നും തീർച്ചയായിട്ടും ഭാവിയിൽ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.